എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. കേരളപ്പിറവി ദിനം മുതൽ നമ്മളുടെ ചാനലിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. മലയാളം ഈസിയായി ടൈപ്പ് ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് പാർട്ട് 1, 2, 3, 4 ആയിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ആ പാർട്ട് ഒക്കെ കാണുന്നതിന് വേണ്ടി നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ബെല്ലൈക്കൺ ഓൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ മലയാളം ടൈപ്പ് ചെയ്യാം. നമസ്കാരം. ISM ടൈപ്പിംഗ് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യ ഭാഗങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. കീബോർഡിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു അവയർനെസ്സാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി കീബോർഡ് നിങ്ങൾ ആ ഒരു അനുഭവം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ട്. ഇത് ISM ആണ്. സീഡാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ISM. നിങ്ങൾ സീഡാക്കിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പുതിയ വെർഷനുണ്ട്. പുതിയ വെർഷൻ്റെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ മുന്നേ പബ്ലിഷ് ചെയ്തതാണ്. നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ ISM സെലക്ട് ചെയ്യുന്നു. ഇതാണ് സെറ്റിങ്സ്. 1-2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫയൽ മെനുവിൽ കാര്യങ്ങളൊന്നും ചെയ്യില്ല. തൊട്ടടുത്ത് സ്ക്രിപ്റ്റ് മെനു ആണ്. ഭാഷ തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ മലയാളം, ഹിന്ദി, അതുപോലെ തന്നെ തമിഴ്, ദേവനാഗരി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷയാണ്. സംസ്കൃതമാണ്. നിങ്ങൾ ഏത് ഭാഷയാണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ മലയാളമാണ് ഞാനിപ്പം ചെയ്യുന്നത്. മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് തുടർന്ന് സെറ്റിങ്സ് മെനുവിലാണ്. സെറ്റിങ്സ് മെനുവിൽ ഡിസബിൾ ഹൈഫനേഷൻ എന്ന് കാണാം. ആദ്യത്തെ 2 ഇതിൻ്റെ ഇടതുവശത്ത് ടിക്ക് മാർക്ക് ഞാൻ ഇപ്പോൾ ഇട്ട്. യാതൊരു കാരണവശാലും ഈ ടിക്ക് മാർക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ടൈപ്പിങ്ങിനിടയിൽ ഇത് കയറി വരുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എററായി തീരും. അതപ്പം അവിടെ ISM ജസ്റ്റ് മലയാളം ഡിസബിൾ ആയി കാണിച്ചു, കണ്ടല്ലോ. അപ്പം യാതൊരു കാരണവശാലും ഡിസബിൾ ഹൈഫനേഷൻ്റെ ഇടതുവശത്ത് ടിക്ക് മാർക്ക് വരാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ ടൈപ്പ് തുടർന്ന് മുന്നോട്ട് പോകേണ്ടത്. ഇനി നമ്മൾക്ക് ഈ സെറ്റിങ്സ് മെനുവിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുക. 4 സെറ്റിങ്സാണ് നമുക്ക് ചെയ്ത് വെക്കാണ്ടത്. അതിൽ റോമൻ ക്യാപിറ്റൽ കാണാം. 4ാമത്തെ മെനു റോമൻ ക്യാപിറ്റലിൻ്റെ സബായിട്ട് വരുന്നതിനകത്ത് അപ്പർ കേസ്, ലോവർ കേസ്, നമ്പർ ലോക്ക്. ഇതാണ് നിങ്ങൾ അപ്പർ കേസ് ആക്കി വെച്ചാൽ മതി. ചില USB കീബോർഡിലെ ചില സാങ്കേതിക തകരാറ് മൂലം സ്ക്രോൾ ലോക്ക് ഓണാക്കി വെക്കേണ്ടി വരും. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച്, അതും അപ്പർ കേസ് തന്നെ വെച്ചാൽ മതി. അപ്പം മനസ്സിലാക്കേണ്ടത് മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് അപ്പർ കേസ് നിർബന്ധമാണ്. മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്പർ കേസ് ഓണാക്കി വെച്ചാലേ മലയാളം കിട്ടുള്ളൂ. ഇംഗ്ലീഷ് മാറ്റണമെങ്കിൽ അത് നേരെ അപ്പർ കേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫോണ്ട് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷും കൂടെ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പം മലയാളം ടൈപ്പ് ചെയ്യാൻ അപ്പർ കേസ്. അപ്പം സെറ്റിങ്സ് മെനുവിലെ 4 എണ്ണമാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ആ 4 ഐറ്റംസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് ക്യാപിറ്റലായിരിക്കണം. പിന്നെ തൊട്ടടുത്ത മെനു ഇനി വരാൻ പോകുന്നത് കീബോർഡ് ആണ്. കീബോർഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻസ്ക്രിപ്റ്റ് ആണ്. നിങ്ങളിപ്പം യൂണിക്കോഡ് ആയാലും ശരി, യൂണിക്കോഡ് ടൈപ്പിങ്ങിലായാലും ശരി, ഈ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൽ ടൈപ്പ് റൈറ്റിംഗ് കാണാം. ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഹയർ മലയാളം കഴിഞ്ഞവർക്കാണ് ആ ഒരു ഓപ്ഷൻ വെച്ചാൽ മതി. ഷോർട്ട് ഹാൻഡ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ KGT സെലക്ട് കഴിഞ്ഞവരാണെങ്കിൽ മാത്രം ടൈപ്പ് റൈറ്റിംഗ് മോഡ് സെലക്ട് ചെയ്യുക. അല്ലാത്തവർ നിങ്ങൾ ISM കീബോർഡ് ഇൻസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഇൻസ്ക്രിപ്റ്റ് ഉപയോഗിക്കൂടെ. ഇന്ത്യൻ സ്ക്രിപ്റ്റാണ് ഇൻസ്ക്രിപ്റ്റ് ഉദ്ദേശിച്ചത്. ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും വേണ്ടിയിട്ട്, അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഷാ വിഭാഗം, ടെക്നിക്കൽ വിഭാഗം തയ്യാറാക്കിയ ഇൻസ്ക്രിപ്റ്റ്, അത് യൂണിക്കോഡ് ഫൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സെറ്റിങ്സ് കഴിഞ്ഞാൽ മിനിമൈസ് ചെയ്ത് വെക്കണം. സോഫ്റ്റ്വെയർ റണ്ണും ചെയ്തിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച്. ഞാനൊരു ട്രിപ്പിൾ K അടിച്ചു. അതായത് കീബോർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും മലയാളം അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഫൗണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ K അടിച്ചു. വേർഡിലാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ K അടിച്ചു, ഫൗണ്ട് സെലക്ട് ചെയ്താൽ മലയാളം മാതൃകകൾ അവിടെ കാണാം. നിങ്ങൾ വേർഡിൽ തന്നെ അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയറിലും ശരി മലയാളം ഭാഷ സെലക്ട് ചെയ്തു. ഇപ്പം ഞാൻ ഇവിടെ ക്യാപ്സ് ലോക്ക് ഒന്നും ഓഫ് ചെയ്തില്ലായിരുന്നു. ഓഫായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ക്യാപ്സ് ലോക്ക് ഓണാക്കി. ISMൻ്റെ ക്യാപ്സ് ലോക്ക് ഓണാക്കി കഴിഞ്ഞപ്പോൾ അപ്പം അത് ആക്റ്റീവായി കഴിഞ്ഞു. എന്നതിന് ശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, K അടിച്ച് നോക്കുന്നതിന് വന്നു. അപ്പം മനസ്സിലാക്കുക, കീബോർഡ് ആക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ISM കീബോർഡ് ആക്റ്റീവ് ആണെങ്കിൽ K അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ. ഇനി ഞാനൊരു വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പപ്പ അവിടെ വന്നു. അതായത് H+H ആണ് പപ്പ. അതുപോലെ തന്നെ തൊട്ടടുത്ത് അടിച്ചു വന്നു. കാകയൊന്ന് അടിച്ചു നോക്കും. KEK. ഇതാണ് ചന്ദ്രക്കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് D എന്ന അക്ഷരമാണ്.
അവിടെ ആ ഡി എന്ന അക്ഷരം അടിച്ച് വീണ്ടും കെ അടിച്ചപ്പോൾ ആണ് അവിടെ കാക്ക ഇരട്ടിപ്പ് വന്നത്. അതേപോലെ തന്നെ എച്ച് അടിച്ചു ചന്ദ്രക്കല അടിച്ചു, വീണ്ടും എച്ച് അടിച്ചപ്പോൾ എന്ത് തോന്നുന്നു അവിടെ പപ്പ, എച്ചിൻ്റെ ഇരട്ടിപ്പ് പാടെ ഇരട്ടിപ്പ് പാ വന്നു. ചന്ദ്രക്കല എന്നുള്ളത് നമ്മുടെ ഈ ടൈപ്പിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു കീ ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ലിങ്കിങ് കീ ആയിട്ട് ചന്ദ്രക്കലയെ നിങ്ങൾ മറക്കരുത്. ഡി എന്ന അക്ഷരമാണ് ചന്ദ്രകല. ഏത് വാക്കിൻ്റെയും ഇരട്ടിപ്പ് കിട്ടുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ചന്ദ്രക്കലയാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലാക്കുക. ഇപ്പോൾ കാ അടിച്ചു, വീണ്ടും ആ എന്നുള്ളത് ആയുടെ ഉച്ചാരണം വരുന്ന ഈയിലാണ്, വീണ്ടും കാ അടിച്ചു. ഞാനിവിടെ ചന്ദ്രക്കല അല്പം സ്പേസ് ഇട്ടതിന് ശേഷമാണ് ചന്ദ്രക്കല ഇട്ട്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു അക്ഷരത്തിൻ്റെ ഇരട്ടിപ്പ് കിട്ടുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ചന്ദ്രക്കല അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു സ്പേസ് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രക്കല വന്ന് ക അടിച്ചപ്പം എനിക്ക് ക വന്നില്ല. കാരണം നമ്മൾ ഒരു വാക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ ചന്ദ്രക്കല അടിച്ചു, വീണ്ടും ആ അക്ഷരം അടിച്ചാലാണ് ഇപ്പം കണ്ടോ കാക്ക വന്നു. അതാണ് കാക്ക. കാ ദീർഘം കാ ചന്ദ്രക്കല കാക്കയെ കിട്ടിയല്ലോ. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ വാക്കുകളെല്ലാം അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചന്ദ്രക്കല അപ്ലൈ ചെയ്യേണ്ട സ്ഥലത്ത് ചന്ദ്രക്കല അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണ്ടോ. അപ്പം ആദ്യത്തെ നടപടി നമ്മൾ ലിങ്കിങ് കീ ആയ ഡി എന്ന അക്ഷരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഡി എന്ന അക്ഷരം ഒരിക്കലും നീ മറക്കരുത്. ഇത് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് പ്രായവിധം തന്നെ എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന എക്സസൈസാണ്. വളരെ സമയമെടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒട്ടും തന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അറിയുന്നവർ ഈ ക്ലാസ് ഒട്ടും തന്നെ അറ്റൻഡ് ചെയ്യേണ്ട. അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ക്ലാസ്സാണെന്ന് പ്രത്യേകം തന്നെ പറഞ്ഞേക്കാം. ഇപ്പം കുറച്ച് അക്ഷരങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. കുറച്ച് വാക്കുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കിയതാണ്. ആ ഉള്ളതിൻ്റെ ദീർഘം അവിടെ ടൈപ്പ് ചെയ്ത് കണ്ടല്ലോ. അപ്പം ആ എന്ന അക്ഷരം കിട്ടുന്നതെല്ലാം നിങ്ങൾ നോക്കണം. ആ സ്വരാക്ഷരങ്ങളെ കുറിച്ച് മുന്നത്തെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. സ്വരാക്ഷരങ്ങൾ എങ്ങനെ വരുന്നതെന്ന്. കീബോർഡിലെ സ്വരാക്ഷരങ്ങൾ ഇടതുവശത്താണ്. കീബോർഡിൻ്റെ ഇടതുവശത്ത് ഇടത് കൈ കൊണ്ട്, വലതുവശം വലത് കൈ കൊണ്ട് പ്രത്യേകം പറഞ്ഞതാണ്. അപ്പം ആ എന്നുള്ളതിൻ്റെ ചിഹ്നം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിച്ചു തന്നതാണ്. പിന്നെ അത് ഷിഫ്റ്റ് കീ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ കുറച്ച് എക്സസൈസുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഇതേപോലെ കുറച്ച് വാക്കുകൾ നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്താലാണ് നിങ്ങൾക്ക് സ്പീഡ് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ പരിമിതിയിൽ ഒതുങ്ങിക്കൊണ്ട് സമയത്തിനനുസരിച്ച് കുറച്ച് വാക്കുകളാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കാ അടിച്ചു, സ്വരം വന്നു, കെ വന്നു അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുന്ന പോലെയല്ല കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നത്. ആദ്യം അക്ഷരം അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സ്വരം കൊടുക്കേണ്ടത്. കണ്ടോ, ക എ അത് കഴിഞ്ഞതിന് ശേഷമാണ് വരാൻ പറ്റുള്ളൂ. നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ സ്വരങ്ങൾ എഴുതിയതിന് ശേഷമാണ് കെ അല്ലെ കൈ ഇത്തരം വാക്കുകൾ കണ്ട് ചെയ്യാറ് അല്ലേ. അപ്പം കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സമയത്ത് കാ അടിച്ചു, ആ സമയത്ത് തന്നെ ഐയുടെ ചിഹ്നം അടിക്കുകയാണെങ്കിൽ ഡബ്ല്യു ആണ് ഐയുടെ ചിഹ്നം. കാ അടിച്ചു, ഡബ്ല്യു അടിച്ചാണെങ്കിൽ കൗ, അതുപോലെ തന്നെ കൈ കണ്ടല്ലോ. അപ്പം കെ അടിച്ചതിന് കഴിഞ്ഞതിന് ശേഷം സ്വരം കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സ്വരങ്ങൾ ആദ്യം വരുന്ന അക്ഷരങ്ങൾ വാക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം കൗ കായും ഔയുടെ ചിഹ്നം കൂടി കൊടുക്കുന്ന സമയത്താണ് ക്യൂലാണ് ഔയുടെ ചിഹ്നല്. അപ്പോൾ ഔ വരുന്ന ഔഷധം, ഇതിൻ്റെ ഔഷധശാല ഇതൊക്കെ വരുന്നത് ക്യൂലാണ്. അപ്പം അതുപോലെ തന്നെ ഡബ്ല്യുവിലാണ് ഐയുടെ ചിഹ്നല്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്വരം എഴുതുന്ന പോലെ ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എഴുതുന്ന പോലെയല്ല കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ കൈ കഴുകുക. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ എഴുതിയതാണ്. കൈ കഴുകുക ഇപ്പോഴത്തെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ അസുഖമുള്ള കാലമായത് കാരണം അവർ വെറുതെ എഴുതിയതാണ്. കൗസല്യ, സല്യ, ല അവിടെ അതൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ല എന്ന വാക്ക് നമ്മൾ ഇരട്ടിപ്പായി വന്നു. അപ്പോൾ ല പ്ലസ് ലായും കൂടി ല വന്നു. പിന്നെ എന്ത് ചെയ്തു, ഒരു ചന്ദ്രക്കല അടിച്ചതിന് കഴിഞ്ഞതിന് ശേഷം യ എന്ന വാക്കാണ് അവിടെ വരുത്തേണ്ടത്. ഇവിടെ ടൈപ്പ് ചെയ്ത് ഒരു എക്സാമ്പിളായിട്ട് കൗസല്യ അവസാനത്തെ ആ ചിഹ്നത്തിനാണ് പ്രാധാന്യം മനസ്സിലാക്കുക. ബാക്കിയെല്ലാം നമുക്ക് നോക്കി ടൈപ്പ് ചെയ്യുക. കാ അടിച്ചു, ഔ ക്യൂ അടിച്ച് നമ്മൾ സ ല പ്ലസ് ല പിന്നെ ചന്ദ്രക്കല യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കൗസല്യ ആവുന്നു. ശ്രദ്ധിച്ചല്ലോ. കൂടാതെ നമ്മൾ കുറച്ച് എക്സാമ്പിളുകളാണ്. വാങ്ങുക, വാ, ങ പ്ലസ് ങ,
വാങ്ങുക, ചെയ്യുക. ചാടിച്ച് സ്വരാക്ഷരം ആദ്യം എഴുതരുത്. നമ്മൾ എഴുതുന്ന പോലെയല്ല കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്നത്. ആദ്യം അക്ഷരം അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്വരാക്ഷരങ്ങളായ എ, ആ, ഔ, ഐ ഇതൊക്കെ എല്ലാം കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ സ്വരാക്ഷരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ചെയ്യുക. എല്ലാ സമയത്ത് സ്വരാക്ഷരം പിന്നീട് കൊടുത്ത് കുറ്റം, റാ, കുറ്റത്തിനകത്ത് റാ പ്ലസ് റാ ട, സ്വന്തത്തിന് സ പ്ലസ് വ സ്വ, ബാക്കിയുള്ള എന്ത, ന പ്ലസ് ത എന്ത, കുന്തലതയുടെ ന പ്ലസ് ദ ദ, ചന്ദ്രികയ്ക്ക് ന പ്ലസ് ദ പ്ലസ് രാണ് ചന്ദ്രിക. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ സ്ക്രീൻഷോട്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടോ. നമുക്കൊരു പരിമിതി ഇരുന്നുകൊണ്ടാണ് ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ പഠിക്കുന്നതും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. ചെറിയ ചെറിയ വാക്കുകൾ ടൈപ്പ് ചെയ്യുക. വളരെ സ്പീഡ് ടൈപ്പ് ചെയ്ത് വന്നോളും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലാണ് ഇതെല്ലാം വരുള്ളൂ. പെട്ടെന്നൊന്നും വന്നില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മളെ കൈകളിൽ ഇത് വരിക. അപ്പം ഇതിൽ പോലെ കണ്ട ഇനി 1-2 വാക്കുകളുടെ പമ്പ, ന പ്ലസ് പ ആണ് പ, ചെണ്ടയ്ക്ക് ന പ്ലസ് ടായാണ് ട ഉണ്ട. അപ്പോൾ ക്ലിയർ ആയല്ലോ? അതേപോലെ ചെണ്ട കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസാണ്. ഇനിയും നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ പാർട്ടും സസൂക്ഷ്മം ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കാൻ വരിക. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക. അടുത്തത് ഒരു 1-2 ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇരട്ടിപ്പ് കിട്ടുന്നതിന് ചന്ദ്രക്കല അടിച്ച് ചേർക്കുക. പിന്നെ ഇതേപോലെ നമ്മൾ കൂടുതൽ ടൈം ഉപയോഗിച്ച് ചെറിയ വാക്കുകൾ ടൈപ്പ് ചെയ്യുക. ഇത്രമാത്രം ചെയ്താൽ തന്നെയുള്ളൂ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒന്നുകൂടി നമ്മൾ ആദ്യത്തെ ആ പോർഷനിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങി ജസ്റ്റ് ഒരു ഓട്ടപ്രദർശനം ചെയ്താണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ ഒരു പാർട്ട് 2യുടെ ഭാഗമാണ്. നമ്മൾ ഇരട്ടിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്തതും കുറച്ച് കീബോർഡിലില്ലാത്ത വാക്കുകളാണ് നമ്മൾ ഇന്നിപ്പം ഈ ഭാഗത്ത് പഠിച്ചത്. ക, മ, യ, ല, വ ഇതെല്ലാം നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾ പഠിച്ച് ബൈഹാർട്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്ലാവ്, പ്ലാവ് ഇതെല്ലാം പ പ്ലസ് ല ആണ് പ്ല, ക പ്ലസ് വ ആണ് ക്ല. അപ്പോൾ അവസാനിക്കുന്ന വാക്കിനനുസരിച്ചിട്ട് നിങ്ങൾ ചിഹ്നങ്ങൾ കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം ഇവിടെ തീരുകയാണ്. അടുത്ത ഭാഗം കാണുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.